ഈ വർഷം തന്നെ ഹെക്ടർ പ്ലസിനെ വിപണിയിൽ അവതരിപ്പിക്കുമെന്ന് MG വ്യക്തമാക്കിയിരുന്നു. എന്നാൽ വ്യക്തമായ ഒരു തീയതി കമ്പനി വെളിപ്പെടുത്തിയിരുന്നില്ല. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ജൂൺ മാസത്തോടെ വാഹനത്തിന്റെ അരങ്ങേറ്റം വിപണിയിൽ ഉണ്ടാകുമെന്ന ഒരു സൂചന നിർമ്മാതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇൻസ്റ്റഗ്രാമിൽ ലൈവ് വിത്ത് ഓട്ടോകാർ സെക്ഷനിലാണ് MG മോട്ടോർ ഇന്ത്യ പ്രസിഡന്റും MDയുമായ രാജീവ് ചംഗ ഇക്കാര്യം വ്യക്തമാക്കിയത്. ഏപ്രിൽ മാസം വാഹനം വിപണിയിലെത്തിച്ച് എല്ലാവരെയും അത്ഭുതപ്പെടുത്താമായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം അതിന് അനുയോജ്യമല്ല. അതിനാൽ ജൂൺ മാസത്തോടെ വാഹനത്തെ വിപണിയിൽ അവതരിപ്പിക്കാനാണ് പദ്ധതിയെന്നും അദ്ദേഹം പറഞ്ഞു. 2020 ഓട്ടോ എക്സ്പോയിലാണ് വാഹനപ്രേമികൾ ഹെക്ടർ പ്ലസിനെ പരിചയപ്പെടുന്നത്. നിലവിൽ വിപണിയിലുള്ള ഹെക്ടറിനെ അടിസ്ഥാനമാക്കിയാണ് ഹെക്ടർ പ്ലസ് ഒരുങ്ങുന്നത്. വാഹനത്തിന് മൂന്നാം നിര കിട്ടിയതൊഴിച്ചാൽ രൂപത്തിലും ഭാവത്തിലും നിലവിലെ ഹെക്ടർ തന്നെയാണ് പുതിയ മോഡലും. പുറമോടിയിലെ ചെറിയ ഡിസൈൻ പരിഷ്കാരങ്ങൾ ഹെക്ടർ പ്ലസിന് പുതുമ നൽകും. മഹീന്ദ്ര XV 500, ടാറ്റ നിരത്തിലെത്തിക്കാനൊരുങ്ങുന്ന ഗ്രാവിറ്റാസ് മോഡലുകളായിരിക്കും ഹെക്ടർ പ്ലസിന്റെ എതിരാളികൾ. മൂന്നാം നിര വന്നതിനോടൊപ്പം വാഹനത്തിന്റെ അളവുകളിലും ചെറിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നീളം 40 mm ആണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. വിപണിയിലുള്ള ഹെക്ടറിനേക്കാൾ 1835 mm വീതിയും 1760 mm ഉയരവും 2750 mm വീൽ ബേസുമാണ് ഹെക്ടർ പ്ലസിനുള്ളത്. അളവുകളിലുള്ള പോലെ നേരിയ മാറ്റങ്ങൾ മാത്രമാണ് ഡിസൈനിലും വരുത്തിയിരിക്കുന്നത്. വലിയ LED ഡേ ടൈം റണ്ണിംഗ് ലാമ്പുകൾ, ഓൾ ബ്ലാക്ക് ഗ്രിൽ, പുതുക്കിയ ബമ്പർ, ഹെഡ് ലാമ്പിനും ഫോക്ക് ലാമ്പ് ക്ലസ്റ്ററിനുമുള്ള പുതിയ ഡിസൈൻ എന്നിവ മുന്നിലെ സവിശേഷതയാണ്. പുതിയ ടെയിൽ ലാമ്പുകൾ, പുനർനിർമ്മിച്ച ബമ്പർ, പുതിയ ഡ്യുവൽ എക്സ്ഹോസ്റ്റ് ഡിസൈൻ എന്നിവയാണ് പിന്നിലെ സവിശേഷത. ഉൾവശത്ത് മൂന്നാം നിര സീറ്റുകൾ നൽകിയിട്ടുള്ളതാണ് പ്രധാന മാറ്റം. മധ്യനിരയിൽ ക്യാപ്റ്റൻ സീറ്റുകളാണ് നൽകിയിട്ടുള്ളത്. മൂന്നാം നിരയിൽ സീറ്റുകൾ വന്നതോടെ ഹെക്ടർ പ്ലസിന്റെ ആകാരയളവും കൂടിയിട്ടുണ്ട്. മറ്റു മാറ്റങ്ങൾ ഒന്നും വാഹനത്തിൽ കമ്പനി വരുത്തിയേക്കില്ല. സാധാരണ ഹെക്ടറിലെ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഹെക്ടർ പ്ലസിനും കമ്പനി നൽകിയിട്ടുണ്ട്. 10.4 ഇഞ്ച് വലിപ്പമുള്ള ഇൻഫോർടൈൻമെന്റ് സംവിധാനവും eSIM മുഖേനയുള്ള കണക്റ്റഡ് കാർ ടെക്നോളജിയും ഹെക്ടർ പ്ലസ് അവകാശപ്പെടും. പാനറോമിക് സൺറൂഫ്, ക്രൂയിസ് കൺട്രോൾ, വൈദ്യുത പിന്തുണയാൽ ക്രമീകരിക്കാവുന്ന മുൻ സീറ്റുകൾ, 360 ഡിഗ്രി ക്യാമറ, 6 എയർ ബാഗുകൾ തുടങ്ങിയവയും വാഹനത്തിന്റെ സവിശേഷതകളാണ്. മൂന്നാം നിരയിലെ യാത്രക്കാർക്കായി AC വെന്റുകളും USB ചാർജ് പോർട്ടുകളും നൽകിയിട്ടുണ്ട്. എഞ്ചിനിൽ മാറ്റങ്ങളില്ല. ഹെക്ടറിൽ കണ്ടിരിക്കുന്ന 2 ലിറ്റർ ഡീസൽ എഞ്ചിനിലും 1.5 ലിറ്റർ മൈൽഡ് ഹൈബ്രിഡ് പെട്രോൾ എഞ്ചിനിലും 1.5 ലിറ്റർ ടർബോ ചാർജ്ഡ് പെട്രോൾ എഞ്ചിനുമായിരിക്കും ഈ വാഹനം നിരത്തുകളിലെത്തുക. 6 സ്പീഡ് മാനുവൽ, ഡ്യുവൽ ക്ലച്ച് എന്നിവയായിരിക്കും ഗിയർ ബോക്സ്.